ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു പരിക്കുകൾ ഉണ്ടായിരുന്നത്? ശാരീരികാവസ്ഥ എന്തായിരുന്നു പെൺകുട്ടിയുടെ? ആശുപത്രിയിലേക്ക് ആംബുലൻസ് എത്തുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെ ഡോക്ടർമാർ സജ്ജമായിരുന്നു. ഇപ്പം RPF ഉദ്യോഗസ്ഥർക്കും അറിയിപ്പ് ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ പറഞ്ഞത് ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീണതാണ്. അതുകൊണ്ട് തന്നെ തലയ്ക്ക് വലിയ പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് വിദഗ്ധ ചികിത്സയ്ക്കായി, അതായത് കൂടുതൽ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകണം എന്ന് വർക്കല ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ എത്തുന്നത്. എത്തുന്ന ഘട്ടത്തിൽ തന്നെ വെന്റിലേറ്റർ സംവിധാനം ഒരുക്കിയിരുന്നു. അതിൽ തന്നെ ചികിത്സ തുടരണം. കാരണം എത്രമാത്രം മാരകമാണ് പരിക്കെന്നറിയില്ല. അതുകൊണ്ട് ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സാധ്യതയും അത് നിലനിർത്തണമെന്ന് കരുതി തന്നെയാണ് വെന്റിലേറ്ററിൽ ആദ്യഘട്ടം മുതൽ പരിശോധനയും ചികിത്സയും പുരോഗമിച്ചത്. ആദ്യഘട്ടത്തിൽ കുറച്ച് സമയം ആംബുലൻസിൽ നിന്ന് ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ഡോക്ടർമാരുടെ സംഘം ശ്രീകുട്ടിയെ ഉള്ളിലേക്ക് കൊണ്ടുപോയത്. ആ കൊണ്ടുപോയ ഘട്ടത്തിൽ ഈ പ്രതികരണമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. കാരണം രോഗി ശ്രീകുട്ടി ഇത്തരത്തിൽ ഒരു പ്രതികരിക്കുന്നില്ലായിരുന്നു. പിന്നീടാണ് ചികിത്സ ഏറെ മുന്നോട്ട് പോയത്. മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ എന്തായാലും രാത്രിയോടുകൂടി, അതായത് മണിക്കൂറുകൾക്ക് ശേഷം ഈ രോഗാവസ്ഥയിൽ, അതായത് ഈ ആരോഗ്യ സ്ഥിതിയിൽ ഒരു തൃപ്തികരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് പറയുന്നു. വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നീക്കാനും കഴിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ളത്, ആദ്യം കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചു, അവിടെ ചികിത്സ നടത്തിയ ശേഷം ഇപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ICUവിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ഒപ്പം സുഹൃത്തും പിന്നീട് സഹോദരൻ്റെ, ഈ ശ്രീകുട്ടിയുടെ സഹോദരൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഉള്ളിലാണുള്ളത്. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ളിലാണ്. ഇവിടെ ഈ രോഗികളെ കൂട്ടിരിപ്പുകാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ നിലയുമായി ബന്ധപ്പെട്ട കാര്യം രാവിലെയോടുകൂടി ഡോക്ടർമാരുടെ സംഘം പരിശോധന നടത്തും. കാരണം തലയിൽ ഇത്തരത്തിൽ ഈ രക്തം കട്ടപിടിച്ചുള്ള പ്രശ്നം, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് അത് എത്രമാത്രം ഗുരുതരമാണ്, അതിന് ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി ഡോക്ടർമാരുടെ സംഘം രാവിലെ എത്തി പരിശോധന നടത്തിയ ശേഷമാകും കാര്യങ്ങൾ തീരുമാനിക്കുക. തുടർ ചികിത്സ എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് എന്തായാലും ആ ഡോക്ടർമാരുടെ സംഘത്തിൽ പരിശോധന നടത്തിയ ശേഷം അറിയാൻ കഴിയും. ഇപ്പം ബന്ധുക്കളെ പറ്റി കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ബന്ധുക്കൾ, അമ്മയും സഹോദരനും ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. കാരണം ഇവരുമായി അല്പം പിണക്കത്തിലായിരുന്നു ശ്രീകുട്ടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുമിച്ചായിരുന്നില്ല താമസം. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ നിന്നെത്തണം. ഇവിടെയുള്ളത് ബന്ധുക്കളും സുഹൃത്തുക്കളും, അതായത് ഈ അകന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ്. അതിൽ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഏതാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെയാണ്. രാഹുലിലേക്ക് ഞാൻ മടങ്ങി വരാം. ശ്രീകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന ദൃക്സാക്ഷിയാണ്. അർച്ചനയുടെ വാക്കുകളിലേക്ക്. സംഭവം ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഇയാളെ ഒരു ഇതുമില്ലാതെ വന്ന് പിടിച്ച് തള്ളുമായിരുന്നു. ഞങ്ങളെ നടുവിന് ചവിട്ടിയങ്ങ് തള്ളിയിട്ട് കൂട്ടുകാരി പുറത്തേക്ക് നിങ്ങൾ ഉള്ളിലായിരുന്നു. ഞാൻ എന്നിട്ട് ആ സെക്കൻഡ് തന്നെ അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡ് തന്നെ എന്റെ കൈ എന്റെ കാലിനെയും പിടിച്ച് കഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ട അയാൾ ഒരു അങ്കിൾ എന്നെ പിടിച്ച് മേളിലോട്ട് കയറ്റിയത്. ഇയാൾ കയറിയത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഇല്ല അറിയത്തില്ല. ഞങ്ങൾ കയറിയത് ആലുവയെന്നാ. അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ, വേറൊന്നും അറിയത്തില്ല. ഇതാണ് അർച്ചനയുടെ പ്രതികരണം. യാതൊരു പ്രകോപനവുമില്ലാതെ ഒരാളെ തള്ളിയിടുകയും അടുത്തയാളെ, അർച്ചനയെ കൂടി ആക്രമിക്കാൻ ശ്രമിക്കുകയും ഈ പ്രതി ചെയ്തിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ വാക്കുതർക്കം നേരത്തെ ഉണ്ടായിരുന്നു? അർച്ചന ശുചിമുറിയിലായിരുന്ന സമയത്ത് പുറത്ത് വാക്കുതർക്കം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ശ്രീകുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളോടെ ആശുപത്രിയിലാണ് തുടരുന്നത്. അമൽ തേനംപറമ്പിൽ തുടരുന്നുണ്ട് നമുക്കൊപ്പം. അമൽ, ഈ വർക്കലയിൽ ഈ സംഭവം നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രം മറ്റൊന്നാവുമായിരുന്നു. ഏതെങ്കിലും ഒരു എക്സ്പ്രസ് ട്രെയിൻ, വർക്കലയിൽ നിർത്താത്ത ഏതെങ്കിലും ഒരു ട്രെയിൻ അതിവേഗത്തിൽ ആ വളവ് തിരിഞ്ഞ് പാഞ്ഞു വന്നിരുന്നു എങ്കിൽ മറ്റൊന്നാകുമായിരുന്നു. ഭാഗ്യം എന്നോണം അത് ഉണ്ടായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി എത്ര സമയം എടുത്തിട്ടുണ്ട്? ഈ ട്രാക്കിൽ എത്ര സമയം കിടക്കേണ്ടി വന്നു ശ്രീകുട്ടിക്ക്? 15 മിനിറ്റ് സമയത്തോളം 2 ട്രെയിനുകളും ഇവിടെ നിർത്തിയിട്ടു എന്നുള്ളതാണ് ഇതിന് സമീപത്തുള്ള ദൃക്സാക്ഷി കുറച്ചു മുൻപ് നമ്മളോട് പ്രതികരിച്ചത്. ഇവിടെ വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ വീടുകളൊക്കെ ഇരിക്കുന്നത് വലിയ റെയിൽവേ ട്രാക്കിൻ്റെ 2 സൈഡിലുമായി വലിയ പൊന്തക്കാടുകളാണ്. ആ പൊന്തക്കാടുകൾക്ക് അപ്പുറയും ഇപ്പുറയും വീടുകളുണ്ട്. പക്ഷേ റെയിൽവേയുടേതായി കിടക്കുന്ന സ്ഥലത്ത് കാട് വളർന്നു നിൽക്കുകയാണ്. അതിനാൽ തന്നെ ഈ ട്രാക്കിലാരെങ്കിലും കിടന്നാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ട്രെയിൻ 2 എണ്ണം ഒരേ ഒപ്പം ഇവിടെ നിർത്തിയതിനാലാണ് അവർക്ക് ചില സംശയങ്ങൾ തോന്നുകയും അവർ ഇവിടേക്ക് ഇറങ്ങി വരികയും ചെയ്തത്. ഈ
ഇവിടെ ഒരു അയന്തി എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് ഈ തൊട്ട് മുകളിലുള്ളത്. ഏറ്റവും അടുത്ത് ആളുകളുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അയന്തി ജംഗ്ഷൻ. അതിൻ്റെ അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൽ നിന്നും താഴേക്കുള്ള ആഴമെന്ന് പറയുന്നത് വലിയ ആഴമാണ്. ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അത്രയും ആഴത്തിലുള്ള ഒരു പാലമാണ്. അത്രയും ഉയരത്തിലാണ് ആ പാലം കടന്നു പോകുന്നത്. അതിലെയാണ് വാഹനങ്ങൾ തുടർച്ചയായി പോകുന്നത്. സജീവമായി രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സജീവമായിട്ടുള്ള ഏക സ്ഥലമെന്ന് പറയുന്നത് ആ പാലത്തിന് മുകൾ വശം മാത്രമാണ്. അതും വാഹനങ്ങൾ കടന്നു പോകുന്നതിനപ്പുറത്തേക്ക് അവിടെ മറ്റാളുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. അവിടെ നിന്നാൽ കാണുകയുമില്ല. ഇനിയിപ്പോൾ ഈ തൊട്ട് പിന്നാലെ വന്ന മെമു ട്രെയിനിലെ ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു അത്യാഹിതമില്ലാതെ ഈ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ ദൃക്സാക്ഷികളെല്ലാം അത് പറയുന്നുമുണ്ട്. ട്രാക്കിലേക്ക് തെറിച്ച് വീഴുക എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ 2 ട്രാക്കുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണേണ്ടിയിരിക്കുന്നു. ഒരു ട്രാക്ക് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ദൂരത്തിലാണ് രണ്ടാമത്തെ ട്രാക്കുള്ളത്. ആ ട്രാക്കിൽ നിന്നും ആദ്യത്തെ ട്രാക്കിൽ നിന്നും ഈ പെൺകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അവിടെ നിന്നും ആ ട്രാക്കിൽ നിന്നും തെറിച്ച് വന്ന് വീഴുന്നത് ഈ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ട്രാക്കിലേക്കാണ്. അതായത് ഇത് വർക്കലയിലേക്ക് പോകുന്ന ട്രെയിനുകൾ കടന്നു പോകുന്ന ട്രാക്കാണ്. ആ ട്രാക്കിലേക്ക് തെറിച്ച് വീഴുന്നു. അപ്പോൾ അത്രയും ദൂരത്തിൽ ഒരാൾ തെറിച്ച് വീഴണമെങ്കിൽ ട്രെയിനിൽ നിന്ന് സ്വാഭാവികമായും പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പോലും ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ ട്രെയിൻ ഒന്ന് സഞ്ചരിച്ച് തുടങ്ങുന്ന ട്രെയിനാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. അതിനാൽ തന്നെ ഇത് അതിവേഗത്തിൽ സഞ്ചരിച്ച് വന്നൊരു ട്രെയിൻ ആ വരവിൻ്റെ ആഘാതത്തിലാണ് അതും ആ വരവിൻ്റെ ഒരു സ്പീഡും അതോടൊപ്പം തന്നെ ഇയാളുടെ ചവിട്ടും കൂടി ആയി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി തെറിച്ച ട്രാക്കിന് ഇപ്പുറത്തേക്ക് വീഴുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള 3ാമത്തെ ട്രെയിൻ കടന്നു പോവുകയാണ്. ഇതിപ്പോൾ വർക്കല ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഈ വേഗതയിൽ ആയിരുന്നില്ല ഇന്നലെ മെമു ഇതിലെ കടന്നു പോയത്. വളരെ വേഗത കുറച്ച് കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും. അതുകൊണ്ട് നേരത്തെ കൂട്ടി ട്രെയിൻ അവിടെ നിർത്താനും ഇതുപോലെ ട്രാക്കിൽ ഒരാളെ കാണാനും ട്രെയിൻ നിർത്താനും ഒക്കെ കഴിഞ്ഞത് മെമു ആയതുകൊണ്ട് മാത്രമാണ്. വലിയ ഭാഗ്യമാണത് എന്ന് വേണം പറയാൻ.